ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പം നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഒന്നും നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പം വണ്ടി എടുത്തിട്ട് ചെറിയ ടൂറൊക്കെ പോയേക്കാൻ വിചാരിച്ചുകൊണ്ട് വീട്ടുകാരെല്ലാം കൂട്ടിക്കൊണ്ട് നൈസായിട്ട് ഇറങ്ങിയതാണ്. അപ്പം പപ്പായും മമ്മിയും ചേട്ടനും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അതെ, അപ്പോൾ അവരവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പം ഗ്യാപ്പ് റോഡ്, ഇപ്പം നിലവിൽ ഗ്യാപ്പ് റോഡ് വരെ എത്തിയിട്ടുള്ളൂ. മൂന്നാറാണ് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടും പറഞ്ഞൊക്കെ നിൽക്കുന്നു. എവിടെ പറയാം. നമുക്ക് ഓറഞ്ച്, പക്ഷേ ഓറഞ്ച് കുറച്ചാൽ പണി കിട്ടുമോ? സാരമില്ല, വണ്ടി കൊടുത്തിട്ട് പോയാൽ മതി. പറിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അപ്പുറത്ത് അത്യാവശ്യം പറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നീ അത് ഇവർ നല്ലത് മാത്രം പറിച്ചിട്ടേ അല്ലാത്ത ഇടുന്ന അല്ല നേടാ. നല്ലത് ഫസ്റ്റ് ക്വാളിറ്റിയെ പറിക്കുള്ളൂ. അതായത് ഒരു ചെറിയ സാധനം ഇല്ലേ, അത് പറിക്കത്തില്ല. പുളിയനാ തൊടുപുഴ കാണും. അത് ഇച്ചിരി നല്ല സ്ഥലത്തുണ്ടെന്നേ. നമുക്ക് അടുത്ത് പറിക്കാൻ പറ്റേണ്ടത് പറിക്കാം. അവരവിടെ അപ്പനും മുണ്ട കൊടുത്ത് അനിയത്തി ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നു. വണ്ടി കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. കണ്ണാടി കൊള്ളാം. എന്നാ വണ്ടിയൊക്കെ ഇതിലെ പോകുന്നുണ്ട്. ഇതാണ് ഇപ്പത്തെ വ്യൂ. ഇത് മറ്റേ ആനയിറങ്ങൽ കുളമാണിത്. എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? എന്നാ നിൽക്കണ്ട. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ കാണിച്ചു അമ്മേ. ഇത് വീഡിയോ ആയിരുന്നേ. ഇച്ചിരി നേരമൊക്കെ അങ്ങനെ നിന്നേ അത്ത കയറ്റി വെക്കരുത്. കൊള്ളാം. വെട്ട ഇങ്ങോട്ട് നിൽക്കേ. ഇങ്ങോട്ട് നിന്നാലേ വെട്ടമില്ല. നേരെ തിരിഞ്ഞ് നിന്നാൽ മതി. ഇതാ വെട്ടം. കൊള്ളാം. മുണ്ടൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച ഫോട്ടോ കാണിച്ചേരാ. നമുക്ക് വാൾപേപ്പർ ഇടാം. അയ്യോ, അത് കൊള്ളാലോ. നമുക്ക് ഫേസ്ബുക്കിലിടാം, യൂട്യൂബിലിടാം. എന്നാ അദ്ദേഹത്തിന്റെ ഒരു 2 കോടി മുടക്കിയിട്ടുണ്ട്. ഇത് ആട്ടെ പോയി പാറ പൊട്ടിച്ച് മാറ്റിയേക്കുന്ന. താവട്ടെ പാറ പൊട്ടി. അതായിരിക്കും അവിടെ കല്ല് കൂട്ടിട്ടാക്കുന്ന. അവൻ വന്നപ്പോ കണ്ടില്ലേ? അവിടെ വന്ന വഴിക്ക് പാറ കൂട്ടിട്ടാക്കുന്നുണ്ടല്ലേ?
വേറൊന്നുമില്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ പേപ്പട്ടി കണ്ടോ? ഓ, ഇതെന്നറിയോ, ഈ കല്ലേലും ഇരിക്കുന്നേ ടച്ചില്ല. ഈ കല്ലിരിക്കുന്നത് മേൽ ടച്ചില്ല, വിട്ടിരിക്കുന്ന പറഞ്ഞേ ഇവിടെ ഒന്നും ഇല്ല. ഈ കല്ലേലും ഇത് എന്റെ തണുപ്പല്ലേ, നല്ല തണുപ്പാ. അല്ലേ ഐസ് ഫ്രീസറൊക്കെ വെച്ചേക്കുന്നല്ലേ. പക്ഷെ ആ ചെറിയ കല്ലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ആ ചെറിയ കല്ലൊക്കെ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ എങ്ങനെ 35 അവിടെ എഴുതി വെച്ചേക്കുന്നതല്ല, ബാധകമല്ല ആണോ? ഞാൻ ഇവിടെ ഇങ്ങനെ ടോൾ പാസയിൽ ഇടുക്കിയിലായത് നമ്മൾ മറ്റേ ഇതേതാ സ്ഥലം, മൂന്നാർ റൂട്ട്, ഇത് മറ്റേ ഗ്യാപ്പ് റോഡ് വന്നപ്പോൾ ടോളുള്ളവർക്ക്, അതായത് ഇതുള്ളവർക്ക് 35 രൂപയും, അതായത് ഫാസ്ടാഗ് ഉള്ളവർക്ക് 35 രൂപയും ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് 70 രൂപയാണ് മേടിക്കുന്നത്. അറിയത്തില്ല അതിനകത്ത് എന്താ സംഭവം എന്നറിയത്തില്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ ചോദിച്ചു എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു. അതിനകത്ത് സത്യമാണോ നുണയാണോ എന്നറിയത്തില്ല. എന്തായാലും ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേണ്ടതൊക്കെ ചെയ്താക്കുക, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാലും മതി. ഇത് വിവരേജിന്റെ വഴി കൂടെ പോയതാണ്. തിരിച്ച് മൂന്നാറിലും പഠിക്കും. ഇതിന് മൂന്നാറേ ഉള്ളൂ, നമ്മളെ തിരിഞ്ഞല്ല. ഇത് ആര്യവേപ്പം കോപ്പൊന്നുമല്ല, വേറെന്തോ ചെടിയാ. അതിന്റെ പൂവ് കണ്ടില്ലേ, കാട്ടുവേപ്പാണേ. ഇവര് സാധനം ഉണ്ടല്ലോ, കമ്പ്, ആ സാധനം അങ്ങോട്ട് കയറുന്നോളൂ. ഇതിന്റെ പ്രകൃതിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇതിപ്പം നടന്ന് വട്ടവട എത്തേണ്ട അവസ്ഥ. ഏകദേശം ഒരു 7-8 കിലോമീറ്ററിന് മുകളിൽ ട്രാഫിക്. ഇതുപോലെ ബസ്സുകാർ വന്ന് ആളെ കയറ്റാനായിട്ട് നിർത്തുന്ന. പക്ഷേ വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാറ് ഏകദേശം ഒരു ചേട്ടനെ ഓടിക്കുന്നത്. അപ്പം അവനൊരു എനിക്ക് 5-8 കിലോമീറ്റർ അപ്പുറത്തേലുമായിരിക്കും വണ്ടി കിടക്കുന്നത്. വണ്ടി ഇതുപോലെ വന്നുകൊണ്ടിരിക്കുക. ബസ്സുകാരെല്ലാം വന്നിട്ട് ആളെ കയറ്റാൻ നിർത്തും, ചിലർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോവും. അങ്ങനെയൊക്കെയാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്, നല്ല ട്രാഫിക്. നടന്ന ഏകദേശം വട്ടവട അല്ലാണ്ട് അവസ്ഥയാണ്. വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്താറായി. എത്ര നാളത്തെ ആഗ്രഹം വന്നല്ലോ വട്ടവട.
ഈ സൈഡ് വന്നിട്ടില്ല, അപ്പുറത്തെ വഴി വന്നില്ല. എന്നാപ്പാ ഇനി മൊത്തം പൈമ്പാലിത്തോട്ടോ ആണോ? മൊത്തം എല്ലാം കൂളാന്ന് കഴിഞ്ഞു പോകാന്. ഓ, വണ്ടി നിർത്താൻ പാടില്ല ഇവിടെ. ഇല്ലില്ല, ഈ ഫോറസ്റ്റിനകത്ത് വണ്ടി നിർത്താൻ പറ്റത്തില്ല. മൃഗങ്ങളെല്ലാം ഉണ്ട്. അതെ, എന്തിനേലും കാണാൻ പറ്റിയ മരുന്ന്. അത്യാവശ്യം റീൽസിനും കാര്യങ്ങളിലും കുഴപ്പമില്ല. ആറ് മിനിറ്റ് കൊണ്ട് തിരിച്ചു വരണോ? അങ്ങനെ ഫൈനലി നമ്മള് വട്ടോടേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പിന്നെ ആനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. എടി, നിന്റെ എല്ലാം പൊക്കോളൂ, നിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഇപ്പൊ പൊക്കോളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തേലും കാണാം. ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞ സാധനം ഇല്ല, ആ സാധനം വരുന്ന ഇമാരോട് പറഞ്ഞാലോ അങ്ങനെ ചെയ്യും. ഇനിയും വരുന്നുള്ളൂ കിടക്കുന്നത്. അപ്പുറത്തോട്ട് പൈമ്പാലത്തോട്ട് നല്ല രസോടെ പോകണം. മൊയിലേലും കാണുമായിരുന്നെങ്കിൽ. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകത്തില്ലേ? ഇതിപ്പം വട്ടവട കൃഷി സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഓരോരുത്തർ ഓരോ ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് കൃഷിയെപ്പറ്റിയൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ കൃഷികളാണ് ഇതൊക്കെ. ഇവരെയൊക്കെ എനിക്ക് തോന്നുന്ന സർക്കാർ ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത് ഈ വട്ടവട കേട്ടാണ്. കൃഷി, പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർ ശീതാക്കുന്നതാണെങ്കിൽ അതിൻ്റെ രീതിയില്ല. പിന്നെ സ്ട്രോബെറി തോട്ടമുണ്ട്, അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. അവരെ വീട്ടുകാരെല്ലാം കൂടെ അവിടെ അങ്ങോട്ട് നിപ്പുണ്ടെന്ന് തോന്നുന്നു. അവർ നിപ്പുണ്ട് അവിടെ. അപ്പം മേലിലായിരുന്നു, അപ്പനെ പൊക്കി കൊണ്ടാൻ പോയതാ. പിന്നെ അടിപൊളി സെറ്റപ്പാണ് കാണാൻ. ഒരു തട്ടായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്, തട്ടായിട്ട്. ഭയങ്കര കാണാൻ ക്വയറ്റ് ഏരിയ. ആ താഴത്തെ തന്നെ കോളിഫ്ലവറോ മുട്ടക്കോയ്സോ കാബേജ്. ഇത് സൂര്യകാന്തിയാണോ ആ പൊങ്ങി നിൽക്കുന്നത്? അത് ഇതെങ്ങനെ ഓരോ വീട്ടുകാരുടെ ആണോ ഇത്? ഓ, ഏതാ ക്യാറ്റ്? ഇത് ക്യാറ്റല്ലേ? ഓക്കെ.
ഇതൊക്കെ സ്ട്രോബെറിയുടെ തൈയല്ലേ? ആ ആ. ഒന്നരാടം കായെടുപ്പെടുക്കുമെന്ന് പറഞ്ഞേ. ഇത് ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ? ഒരു സീസണിലേ ഉള്ളൂ ഇത്? ആ, ഒരു കൊല്ലത്തേക്കാണോ ഒരു തൈ വെക്കുന്നത്? ഓ, ഇത് നാടനായോണ്ടാണോ? ഒരു ചെടിയിൽ എത്ര കിലോ? 4 കിലോ വരെ. 4 കിലോ വരെ ചെടിയാന്ന് വരുന്നത് അല്ലേ? ഇത് നാടൻ ചെടിയാണെങ്കിൽ എങ്ങനെയാലും 6 കിലോ വരെ. ടേസ്റ്റ്. ഇത് മരുന്നടിക്കുന്നതാണ് ഇന്ന്? ഓ ഓ, റോഡ് കഴിക്കാൻ പരിപാടി. സ്ട്രോബെറി എവിടെ നടന്നേ? ആ ആ, മുള നട്ടു വെക്കും അല്ലേ? ഓ, രാവിലെ എടുത്ത് പോയതാണോ? ഇവിടെ തന്നെ കൊടുക്കും അതോ പുറത്തോട്ട് കയറ്റി വിടുന്നുണ്ടോ? തികയുന്നില്ല. ഓ, ഇത് നന്നായിട്ട് ചുമന്ന് വരുന്നതല്ലേ? നന്നായിട്ട് റെഡ് കളറാണ്. പിന്നെ ഇതൊക്കെ നാളെ ഇതൊക്കെ നാളെ റെഡ് കളറാണ്. ഓഹോ, പെട്ടെന്നാവുന്ന. മുട്ടക്കോവിസ് ഇതല്ലേ ഹൈബ്രിഡ്? ഇത് വലിപ്പക്കൂടുതലുണ്ട്. ഒരു പഴം 50 ഗ്രാം 30 ഗ്രാം ഒക്കെ. ആ, പഴം മതി 1 കിലോ ഒക്കെ കുറച്ച് കഴിഞ്ഞു. ഓക്കെ. ക്യാബേജ് അതൊക്കെ വിളവെടുത്ത് പോയതാണോ? കേടുണ്ട്, നന്നായിട്ട് കേടുണ്ടല്ലേ? ഇതും ഇവിടെ തന്നെയാണ് വിറ്റ് പോകുന്നത് അതോ പുറത്തോട്ട് പോകും? ഓ ഓഹോ, ഇതിനെ തെരഞ്ഞെറിഞ്ഞ് പറിച്ചേക്കുന്നേ? വലുതനുസരിച്ച്. ആ ആ, ഒരുമിച്ചല്ല പറിക്കുന്നത്? ഒരുമിച്ച് പറിക്കുന്നതുണ്ട്. ആ, അത് അപ്പുറമൊക്കെ ഇല്ല, അവരൊക്കെ ഒരുമിച്ച് കയറ്റി വിടും. ഇത് ഉള്ളിയായിരിക്കും അല്ലേ? വെളുത്തുള്ളി ഇതുണ്ടോ? വെളുത്തുള്ളി ഏത്?
എന്നാ വിലയാ? ആ എന്നാൽ രണ്ടെണ്ണം മതി, ഞാനും ഉറങ്ങ കൊണ്ടുപോകാം. നോക്കി നല്ല നോക്കി എടുത്തു. കേടും ഉണ്ട് അതിനകത്ത്. ഇല കളഞ്ഞു. വാടാതിരിക്കാണോ? മതിയോ? ആ എന്നാൽ മതി. എന്നാലും മതിയോ? എന്നാൽ അത് മതി തന്നെ. അല്ല കുഴപ്പമില്ല, എന്നാൽ മതി. ഇറങ്ങി ഞങ്ങൾ സ്ട്രോബെറി ചെയ്ത് പറിച്ചു. നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇവക്കൊരു എന്നാടി ഇതെന്നാ സാധനം കൈ പിടിച്ചേക്കുന്നത്? ക്യാബേജ്. ആ അങ്ങനെ അവൾക്ക് ക്യാബേജൊക്കെ ചേച്ചി പറിച്ചു കൊടുത്തു. പൈസ കൊടുത്താൽ മതി, അത് വേറെ കാര്യം. അപ്പനവൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. ആ അതെ, വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം തന്നെ. ഇത് കാണിച്ചപ്പോൾ സൂര്യകാന്തി പൂവിൻ്റെ ഇതാണ് സൂര്യകാന്തി പൂവിൻ്റെ അരി. ഇതേതാ അരി? ഏതാ ഇതോ? ഈ ചുമന്നോ? ആ ഓക്കെ. ആ ഇത് ഇതല്ലേ ഈ കറുത്തതല്ലേ? ഇതല്ലേ? കുറച്ച് ഓ അരിയില്ല. അതിന് എല്ലാത്തിനും തരിയില്ല. ആ നമ്മളാദ്യം ആ മേളിൽ നിന്ന് ഇറങ്ങി വന്നാ. അപ്പോൾ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. എവിടെ? ആ ആ ആ ആ ഉണ്ടോ കോഴിക്കുഞ്ഞ്? ഇത് മീൻകുളമാണോ? അല്ല അതിന് ടേസ്റ്റ്. മമ്മി നോക്കി, ഈ കമ്മത്തി പിടിച്ചാലേ അതിന് തീർത്തുള്ള വെള്ളം. ദേഹത്തോടെല്ലാം വെള്ളമാണേ. ഇവിടെ എടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു വേസ്റ്റും കാര്യങ്ങളും ഞങ്ങളിവിടെ ഇട്ടിട്ടില്ല. വട്ടവട കാട്ടിൽ തന്നെ ഞങ്ങൾ. ഇവിടെ ഒരു ചെറിയൊരുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. അതായത് ചൂടൊക്കെ ഉണ്ടായിരുന്ന ടീ കഴിയുന്നുണ്ട്. ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ആ വ്യൂ പോയിന്റ്. പാസ് എടുത്താൽ മേളിൽ കയറിയെന്ന് കാണാം.
ഇതാണ് വ്യൂ പോയിന്റ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഫുൾ ഓഫ് കോട മാത്രം. അതിൻ്റെ മേളിൽ കയറുന്ന കോട കാണാം, അതിൻ്റെ മേളിൽ കയറുന്നതിലും കോട കാണാം. അത്രയേ ഉള്ളൂ ഡിഫറൻസ്.